നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. അത് രണ്ടുപേരുടെ വിഷയമാണ്. ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരു ഇര എന്ന് പറയുന്ന ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അവർ മൂന്നുപേരും കോടതിയും പോലീസും കൂടി അത് നോക്കിക്കൊള്ളും. അവർ നോക്കട്ടെ. പക്ഷെ വലിയൊരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ചാനലുകളൊന്നും ചർച്ച ചെയ്യുന്നില്ല. എന്റെ ഈ ഒരു ചാനലിൽ സംസാരിച്ച എത്ര പേര് കാണുമെന്ന് അറിയില്ല. നിങ്ങൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. കാര്യം നമ്മുടെ സർക്കാരുകൾ ഒന്ന് കണ്ണു തുറക്കണം. കണ്ണു തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും കണ്ണു മിഴിക്കുന്ന ഒരു സാഹചര്യം അധികം വൈകാതെ വരും. അതുകൊണ്ടാണ് നമ്മളൊക്കെ കണ്ണു മിഴിച്ച് മേലോട്ട് നോക്കുന്ന ഒരു അവസരം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ പ്രവർത്തകരും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ പ്രവർത്തകരും ഒക്കെ ഇതൊന്ന് കണ്ടറിഞ്ഞിരുന്നാൽ നന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ചരിത്രത്തിൽ ഇന്നുവരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. ഇന്ത്യൻ രൂപയുടെ വില പടവലങ്ങ പോലെ കുത്തനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോളറിന് 90 രൂപ എന്ന നിലയിൽ ഇന്നെത്തി. ഇന്ന് എന്റെയൊക്കെ ചെറുപ്പത്തില് ഒരു 90കളിൽ വരുന്നത് ഒരു 40 രൂപ കണ്ടാണെന്നാണ് തോന്നുന്നത്. 90, 95 കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ 40 രൂപയാണെന്നാണ് എന്റെ ഓർമ്മ. അല്ലെങ്കിൽ 40ഓടനുബന്ധിച്ചിട്ടുള്ള തുകയാണ് ഓർമ്മ. സൗദി റിയാലിനൊക്കെ 12 രൂപയാണ് ആ കാലത്ത്. ഇന്ത്യൻ രൂപ 12 രൂപ കിട്ടും ഒരു സൗദി റിയാൽ കൊണ്ടുവന്നാൽ. കാര്യം ഒന്ന് സൗദിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ശമ്പളത്തിന്റെ കണക്കുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഒരു 40 രൂപന്റെ എനിക്കറിയാം. പിന്നെ ഡോളറുമായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട്. പിന്നെ ഡോളറുമായി ബന്ധപ്പെടുന്നത് 2008, 2009 കാലഘട്ടങ്ങളിലാണ്. യൂട്യൂബിന്റെ റവന്യൂ, ചെറിയ റവന്യൂ, അത് വലിയ വീഡിയോ ഒന്നുമല്ല. മോട്ടിവേഷണൽ വീഡിയോകളും അതുപോലെ വീഡിയോകളുമാണ്. അറിയാമല്ലോ, അന്ന് ഈ 2G കറങ്ങിയുള്ള പരിപാടി ആയതുകൊണ്ട് ഒരു വീഡിയോയ്ക്ക് ആകെ KB ഒക്കെ ഉണ്ടാവുള്ളൂ. 220 kbps അങ്ങനെയാണ് നമ്മളെ മോഡത്തിന്റെ സ്പീഡ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മാങ്ങാണ്ടി മോഡമാണോ BSNLന്റെ, പലർക്കും അത് ഓർമ്മ ഉണ്ടാവും. അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരു 8000 രൂപയാണ് പരമാവധി വന്നിരുന്നത്. പിന്നെ ആ ഡോളർ വിട്ടു. പിന്നെ വിട്ടതിന് ശേഷം ഇപ്പോഴാണ് ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ടാണ് വീണ്ടും ഡോളറുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ 4 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇന്നത്തെ വില 90 രൂപ പെർ ഡോളറിന് നിൽക്കുമ്പോൾ കഴിഞ്ഞ 4 മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിലെ കണക്കൊന്ന് നോക്കാം. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ 84, 85 ആണ് രൂപയുമായി ഡോളറിന്റെ ഒരു നിരക്ക് എന്ന് പറയുന്നത്. അതായത് 84 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ 85, 84 ഇതിന്റെ ഇടയിൽ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡോളർ കിട്ടും. അതായിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ്. ഈ 2025 ഇത് ഡിസംബറാണ്. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അത് നവംബറിൽ എത്തിയപ്പോൾ 88, 89 ആയി. നോക്കൂ, ഒരു സെപ്റ്റംബർ എന്നുള്ളത് നവംബറിലേക്ക് എത്തിയപ്പോൾ 84 എന്നുള്ളത് 89 രൂപ. അതായത് രൂപയുടെ മൂല്യം 5 രൂപ, ഡോളർ മേൽ ഒരു 5 രൂപ വ്യത്യാസം വന്നു എന്നാണ്. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് 5 രൂപ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ ഭീമമായ ഒരു വിഷയമാണത്. ഡിസംബറിൽ 2025 ഡിസംബർ എന്ന് പറയുന്ന ഈ സമയത്ത് നിൽക്കുമ്പോൾ 90 രൂപ പെർ ഡോളർ എന്ന് പറഞ്ഞാൽ എന്തായി നിൽക്കുന്നു എന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെ ഈ ഇവിടുത്തെ മാധ്യമ ലോകം ഇതുവല്ലം പറയുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിന് ഇതുവല്ലം ഓർപ്പിക്കുന്നുണ്ടോ? റിസർവ് ബാങ്കിന് ഇതുവല്ലം ഓർപ്പിക്കുന്നുണ്ടോ? റിസർവ് ബാങ്ക് അടിയന്തരമായിട്ട് ഇടപെടണ്ടേ? അടിയന്തരമായി റിസർവ് ബാങ്ക് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഈ സാമ്പത്തിക പ്രശ്നം, ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഇത് എവിടെ എത്തിച്ചേരും? എവിടെ എത്തുന്നു? വല്ല പിടിയുമുണ്ടോ? നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ കത്തിക്കേറി സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യണ്ടേ? ഞാൻ എന്റെ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചാൽ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. 1000 പേര് പോലും കാണുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം ഇത് മറ്റുള്ളവർ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാന്? പക്ഷെ അറിയേണ്ടവർ നിയമസഭയിലോ പാർലമെന്റിലോ ഇരുന്നുകൊണ്ട് സംസാരിക്കണ്ടേ? ഇവിടുത്തെ MP മാർക്കും MLA മാർക്കും രാഹുലിന്റെ പിന്നാലെ പോകാനല്ലേ ഉള്ളൂ നേരം. ഇവിടുത്തെ പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ കുറച്ചു പേരുണ്ട്. അവർ ഈ കോലും തൂക്കിക്കൊണ്ട് രാഹുലിനെ കുറിച്ചുള്ള അണ്ണാക്കിലേക്ക് കോലും തിരികെ ചോദിക്കാനല്ലേ ഉള്ളൂ നേരം. നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന സാമ്പത്തിക ഈ അവസ്ഥ ഉണ്ടല്ലോ, ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക്, രൂപയുടെ ആ ഒരു മൂല്യം കുത്തിനെ താഴോട്ട് പോകുന്നതിനെ കുറിച്ച് നമ്മുടെ ജനപ്രതിനിധികളോട് ചോദിക്കണ്ടേ? എന്താണ് അവർ അത് പിടിച്ചു നിർത്താൻ, രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നതിന് എന്റെ അഭിപ്രായത്തിൽ 5 കാര്യങ്ങളാണ്. ഞാൻ നോട്ട് ചെയ്ത 5 കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശ നിക്ഷേപരാണ്. ഇന്ത്യയിൽ നിക്ഷേപിച്ചിരുന്ന വിദേശീയരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരിവിടുത്തെ നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് പോയി. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് അവരിവിടെ നിക്ഷേപിച്ചിരുന്ന പണം മുഴുവൻ പിൻവലിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു തിരിച്ചടിയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റും മറ്റു കാര്യങ്ങളും പരിശോധിക്കുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ, സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം വൻതോതിൽ നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പിൻവലിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രൂപയുടെ മൂല്യം കുറയും, നമുക്ക് കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കണം,
ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള പണം, ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം, വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം എന്തുകൊണ്ട് അവർ പിൻവലിച്ചുകൊണ്ട് പോകുന്നു? ചിന്തിക്കണ്ടേ? ഈ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനൊരു പോംവഴി കാണണ്ടേ? പിടിച്ചു നിർത്താനുള്ള ഒരു കാര്യം ഉണ്ടാക്കണ്ടേ? നമ്മുടെ കേരള സർക്കാർ ഇതൊക്കെ ബാധിക്കുന്നില്ലേ? കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ഇവിടുത്തെ എം പിമാരൊന്ന് ഓർമ്മിപ്പിക്കണ്ടേ? ഒരു BJP എം പിമാർ ഉൾപ്പെടെ എത്ര എം പിമാരുണ്ട് നമുക്കിവിടെ? ഇവർക്ക് കേന്ദ്ര സർക്കാരിന് ഇതൊന്ന് ഓർപ്പിക്കണ്ടേ? ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം പോയി കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങുന്ന കാര്യത്തെ തീരുമാനമാക്കിയല്ലോ. ഈ രൂപയുടെ മൂല്യത്തെക്കുറിച്ച് എന്തെങ്കിലും കേന്ദ്ര സർക്കാരിനോട്, കേന്ദ്ര ധനകാര്യ വകുപ്പിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ RBI ഒന്ന് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ പണം പുറത്തേക്ക് ഒഴുകുന്ന തടയാനുള്ള എന്തെങ്കിലും പദ്ധതികളുടെ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി, പണം പിൻവലിക്കാതെ ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ സംസാരിക്കുന്നുണ്ടോ? കഴിഞ്ഞ 2-3 മാസമായിട്ട് കേരളത്തിൽ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വേറൊന്നും പറയാനില്ല. രൂപയുടെ മൂല്യം പിന്നെ താഴേക്ക് വന്നത് ട്രംപിന്റെ ഒരു സാമ്പത്തിക നയം കൊണ്ടാണ്. അത് നമുക്ക് ഇടപെടാൻ പറ്റൂല. ഇന്ത്യയെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറെ സാമ്പത്തിക നയങ്ങൾ, ഇറക്കുമതി ചുങ്കം, അങ്ങനെ കുറെ കാര്യങ്ങൾ ട്രംപ് അണ്ണം കയറ്റി വെച്ചിട്ടുണ്ട്. അത് നടക്കൂല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയ തിരിച്ചടി, ആയിരക്കണക്കിന് കോടി രൂപയാണ് നമുക്ക് അത്തരത്തിൽ ഇവിടെ പ്രയാസം വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വിപണിയിൽ ഡോളറുമായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറയും. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ നിക്ഷേപം ഇവിടെ വന്നാൽ മതി. കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ മതി. ആ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരുന്നതിന്റെ സ്ഥാനത്ത് ഇവിടെ നിക്ഷേപിച്ചിരുന്ന പണം തിരിച്ചു പോവുകയാണ് ചെയ്തത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യാപാര കരാറ്. അറിയാമല്ലോ, ശതമാനക്കണക്കിന് ആണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. 100%, 50% ഒക്കെ അണ്ണന് തോന്നുന്നത് പോലെയാണ് അണ്ണൻ അടിച്ചുവിടുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറ് അനിശ്ചിതത്വത്തിലാകുമ്പോൾ, നമ്മുടെ കേരളത്തിലുണ്ടല്ലോ സാബു ജേക്കബ് ഒക്കെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്ന ആളല്ലേ, ഡോളറുകളല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഏകദേശം മുടങ്ങിയ മട്ടാണ്. കാരണം കിഴക്കമ്പലത്ത് പോലും US കയറിപ്പോയിക്കൊണ്ടിരുന്ന തുണിത്തരങ്ങൾ കിട്ടിത്തുടങ്ങിയത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. നമ്മുടെ ശ്രീനിജൻ MLA അവിടെ പോയി ഷഡ്ഡി വാങ്ങി എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമൊക്കെ ആകുന്നത് കണ്ടു. വിൽക്കാനല്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ CPM-കാർ വന്ന് സാധനം വാങ്ങരുതെന്നൊരു ബോർഡൊന്നും വെച്ചിട്ടില്ല. അല്ല, CPM-മാർക്ക് വിൽക്കാൻ പാടില്ല എന്നും ബോർഡ് വെച്ചിട്ടില്ല. ഇന്ത്യയില് CPM-കാരും RSS-കാരും എല്ലാവരും വാങ്ങും. സാബു ജേക്കബിന്റെ വസ്ത്രങ്ങൾ തന്നെ വേണമെന്നില്ല, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വാങ്ങും. അതിനെ രാഷ്ട്രീയമായിട്ട് വെച്ച് മുതലെടുക്കുന്നത് ശരിയല്ല. ഒരു കോമഡി വന്നിട്ടുണ്ടല്ലോ, എന്താണ്, ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ എന്റെ അമ്മ ചുട്ടൊരു വെള്ളയപ്പം മുട്ടയും കൂട്ടി തട്ടിയിട്ട്, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് പറയുന്ന ഒരു കോമഡിയാണ് സാബു ജേക്കബിന്റെ ആ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഏതായാലും ഇവിടെ വിതരണം നടത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അമേരിക്കൻ വിപണിയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറി പോകാത്തൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കും. അത് നല്ല രീതിയിൽ ഒരു ധനക്കമ്മി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ചിന്തിക്കേണ്ടത് അത് ഒരു അനിശ്ചിതത്വമായി തുടരുകയാണെന്നുള്ളത്. എന്നതിനൊരു പരിഹാരമാവുന്ന യാതൊരു ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സർക്കാർ ട്രംപിന്റെ കാലി പിടിച്ചുകൊണ്ട് അത് കുറയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കില്ല. രൂപയുടെ മൂല്യം എങ്ങനെ താഴേക്ക് പോയാലും. പക്ഷെ അത് പിടിച്ചു നിർത്താൻ മറ്റു മാർഗങ്ങളുണ്ട്. അമേരിക്കൻ ഡോളറിനെ മാത്രം നമുക്ക് ബേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഭാഗത്ത് നിൽക്കുമ്പോഴും രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അടിയന്തരമായി നടത്തണം. അത് നമ്മുടെ കേരള സർക്കാർ, കേരളത്തിലെ MP-മാർ ഒക്കെ ഇവിടെ ബോധവൽക്കരണം, മറ്റു കാര്യങ്ങൾ നടത്തണം. അത്തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പുതിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇത് മറികടക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുകയോ ചെയ്യണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയി. ഇന്ന് 90, അതായത് 84-ൽ നിന്ന് 90-ലേക്ക് എത്താൻ വെറും 4 മാസം എടുത്തിട്ടുള്ളൂ എന്ന് ചിന്തിക്കണം. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും കുറയ്ക്കുന്ന മറ്റൊരു ഘടകമാണ് ഉയർന്ന ഇറക്കുമതി ചെലവ്. നമുക്കറിയാം, അവിടെ സ്വർണം, ഇലക്ട്രോണിക്സ്, ഇത് രണ്ടുമാണ് കൂടുതലും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിന് ഇറക്കുമതി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പണം അങ്ങോട്ട് ഡോളറിലാണ് കൊടുക്കേണ്ടി വരുന്നത്. അവർക്ക് ഡോളർ കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഇന്ത്യൻ രൂപ ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അത് നമ്മുടെ രൂപയുടെ വിനിമയ നിരക്ക് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഉള്ളത്, നമുക്ക് ഒരു നിലയ്ക്കും പിടിച്ചു കിട്ടാൻ പറ്റാത്തതാണ് ഡോളറിന്റെ ആഗോള വിപണിയിലുള്ള ശക്തി, ഒരു പവർ. അത് യൂറോ ആയാലും ഡോളറിനെ പിടിച്ചിട്ടാണ് യൂറോ കൊണ്ടുവന്നത്. പക്ഷെ എന്നിട്ടും ഡോളറിനെ പിടിച്ചിട്ടാൻ കഴിഞ്ഞിട്ടില്ല. യൂറോ ഒപ്പത്തിനൊപ്പം പോകുന്നു എന്നല്ലാതെ ഡോളറിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ ശക്തിയെ നമുക്ക് പിടിച്ചു നിർത്താനൊന്നും കഴിയുന്നില്ല. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇന്ത്യയിലേക്കുള്ള നിക്ഷേപങ്ങൾ അത് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുള്ള നിക്ഷേപ പിന്മാറ്റം അതിനെ തടയാനും പറ്റും. കേന്ദ്ര സർക്കാർ വിചാരിക്കണം. ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ കമ്മിയോ കൊങ്ങിയോ സുഡാപ്പിയൊന്നും ആക്കരുത്. നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉള്ളിൽ കളിക്കുന്ന
ചില വിഷയങ്ങളുണ്ട്. ഇന്ത്യയിൽ പണം നിക്ഷേപിക്കുന്നത് ഇന്ത്യക്കാരിൽ നിന്ന് മുതലാക്കാമെന്ന് കരുതി തന്നെയാണ് ഓരോരുത്തർ പണം നിക്ഷേപിക്കുന്നത്. ആ ഇന്ത്യക്കാരിൽ ഞാനും നിങ്ങളും എല്ലാം പെടും. അല്ലാതെ ഒരു കാര്യമില്ലാതെ വിദേശീയർ ഇവിടെ കൊണ്ടൊന്നും പണം ഇടില്ല. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന്റെ പിന്നാലെയും അതേപോലെ അത് ബാക്കിയുള്ളതിന്റെ പിന്നാലെയും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെയും ഇനി ജോൺ ബ്രിട്ടാസിന്റെ പിന്നാലെയും മോദിന്റെ പിന്നാലെ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് രാഷ്ട്രീയക്കാരും മോശമൊന്നുമല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിയെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. സാമ്പത്തികത്തെക്കുറിച്ച്, ഡിജിറ്റലൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ ഇന്ത്യയുടെ സാമ്പത്തിക നില കുതിച്ചു വരാൻ രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥയുണ്ട്. ആ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് സമ്പത്ത് തന്നെ, പണം, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പണം. രണ്ടാമത്തത് നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് ആണ്. 140 കോടി ജനങ്ങൾ. ആ 140 കോടി ജനങ്ങൾക്ക് ഒരു വാല്യൂവും ഇവിടെ നമ്മൾ ഭരിക്കുന്ന സർക്കാരുകൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എത്ര ശതമാനമാണ്? വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവരുടെ ജീവിതം എന്നുള്ളത്. പണ്ട് ജാംബവന്റെ കാലത്ത് നമ്മളെക്കാളും 50-60 വർഷം പിറകിൽ ജീവിക്കുന്ന ഗ്രാമങ്ങളാണ് അവിടെ ഉള്ളത്. അവരൊന്നും അടിസ്ഥാന വികസനമില്ല, വിദ്യാഭ്യാസമില്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് വളരെ അടിയന്തരമായി ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും ഇന്ത്യൻ സിറ്റിസണായിട്ട് പൗരബോധവും രാഷ്ട്രബോധവുമുള്ള സാമ്പത്തിക അച്ചടക്കമുള്ള ബോധമുള്ള ആൾക്കാരായി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിവേഗം തകർച്ചയിലേക്ക് പോകും. എത്ര തന്നെ കുറെ പണച്ചാക്കുകൾക്ക് വേണ്ടി എവിടെയൊക്കെ എന്തൊക്കെ വികസനം നടത്തിയെന്ന് പറഞ്ഞാലും, എത്ര ഹൈവേകൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, എത്ര കമ്പനികളും എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, എത്ര മൾട്ടിനാഷണൽ കമ്പനികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ വളരെ വിരലിലുണ്ടാവുന്ന കുറച്ച് കോടി ജനങ്ങൾ മാത്രമാണ് ഇവിടെ ഈ പറഞ്ഞ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും രാജ്യത്തിന്റെ ഭരണത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ഒക്കെ വികാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ എന്നത് വസ്തുതയാണ്. ഇത്രയധികം പോപ്പുലേഷനുള്ള ഒരു രാജ്യം എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നിട്ട് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാത്തത്, നമ്മുടെ സർക്കാർ ശ്രമിക്കാത്തത്? ഇതാണ് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കേണ്ടത്. നരേന്ദ്രമോദി സർക്കാരിനെ ഈ ഒരു ലക്ഷ്യബോധത്തിലേക്ക് ഇറക്കാൻ കേരളത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ള എംപിമാരും ബാക്കിയുള്ള എംപിമാരും ജോൺ ബ്രിട്ടാസ് വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് അതിന് കഴിവും പ്രാപ്തിയുള്ളവരാണ്. പിന്നെ ഷാഫി പറമ്പിലുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ ഒരു കാര്യത്തിൽ ഭരണമെന്നോ പ്രതിപക്ഷമൊന്നോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേന്ദ്ര സർക്കാർ ഏതാണോ സർക്കാർ, ആ സർക്കാരിന് ഇത്തരം ആശയങ്ങൾ കൊണ്ട് ഇട്ടു കൊടുക്കണം. ഏതെങ്കിലും ഒരു പൊട്ടക്കണ്ണന്റെ മണ്ടയിൽ നിന്ന് ഉദിക്കുന്ന ഒരു ആശയമാണ് എവിടെയും വലിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്ത വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വലിയ ദുരന്തത്തിലേക്കായിരിക്കും ഇന്ത്യ പോണത്. അതായത് ഈ ദുരവസ്ഥ 90-ൽ നിന്ന് 100-ലെത്താൻ ഇനി അധിക താമസമൊന്നും വേണ്ടി വരില്ല. കാര്യം അത്രത്തോളം ശരവേഗത്തിലാണ് രൂപയുടെ മൂല്യത്തകർച്ച താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പിടിച്ചു കെട്ടാൻ ഇന്ത്യൻ പോപ്പുലേഷന് മാത്രമേ കഴിയുള്ളൂ. ഇന്ത്യൻ പോപ്പുലേഷനും ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ അതുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റും. അതിവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് പണം ഒഴുകും. അതായത് വിദേശ നിക്ഷേപം ഇങ്ങോട്ട് ഒഴുകും. ഇങ്ങോട്ട് ഒഴുകുന്നതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുതിച്ചുയരും. അതേ ഉള്ളൂ മാർഗം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിച്ച് അധികാര രാഷ്ട്രീയം കളിക്കാനാണ് ഇനിയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പടുകുഴിയിലേക്ക് പോകാൻ അധിക താമസമൊന്നും വേണ്ട. ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. 2 കാര്യങ്ങളോട് പറയാനുണ്ട്. ഭീകരമായിട്ടുള്ള വിലക്കയറ്റമുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതുപോലെ മറ്റ് ഇറക്കുമതിയുള്ള ഉൽപ്പന്നങ്ങൾ, അതൊക്കെ ഇനി ഭീകരമായിട്ട് ഇനി വില കൂടും. ഇപ്പൊ കുറഞ്ഞെടുക്കുന്നത് നോക്കണ്ട. പിന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നവരുണ്ട്, വിദേശ പഠനത്തിന് പോകുന്നവരുണ്ട്, പിന്നെ യാത്രികരുണ്ട്. വളരെ ബുദ്ധിമുട്ട്. ഇവിടെ നിന്നോട്ട് പണം അയക്കുമ്പോൾ കുറച്ച് പണം അയച്ചാൽ പോരാ. അവിടെ ഡോളറിലാണ് എടുക്കുന്നത് എങ്കിലും ആ ഡോളർ എത്താൻ വേണ്ടി ഇവിടെ നിന്ന് അയക്കേണ്ടത് കുറച്ച് കൂടുതൽ അയക്കേണ്ടി വരും. അതായത് ഇവിടെ നയിച്ചുണ്ടാക്കുന്ന പണം മതിയാവില്ല വിദേശത്ത് മക്കളെ പഠിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അങ്ങനെ കൂടിയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി കാണണം. ഇവിടുത്തെ എംപിമാരും MLA-മാരും എല്ലാവരും. ജനങ്ങളും ബോധവാന്മാരാകണം. ജനങ്ങൾ തങ്ങളുടെ ജനപ്രതിനിധിയോട് പറയണം, ഇന്ത്യയിലെ 140-145 കോടി ജനങ്ങളെ ഡെവലപ്പ് ചെയ്യാതെ ഇനി ഇന്ത്യക്ക് ഒരു വളർച്ചയില്ല. തൽക്കാലത്തേക്ക് ഈ ബാക്കിയുള്ള ജാതിയും മതവും ഈ രാഷ്ട്രീയ വിരോധവും അധികാര എന്താ പറയാ ആ തിണ്ടുമെടുക്കും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അപകടമാണ്. Different angles. Don't forget to subscribe and support this channel.